ഫസ്റ്റ് ടൈം. അതെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയാണ്, നല്ല വൈബാണ്. മൂവീസ് ഒക്കെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റിയില്ല, ഇന്നലെ പാസ് എടുത്തേ ഉള്ളൂ, കാണാൻ പറ്റിയില്ല. നാളെ മുതൽ കാണാം. അപ്പോൾ ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ആ, ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഇപ്പോൾ പറയുന്നുണ്ട്, എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? ഇതൊരിക്കും ബുക്ക് ചെയ്തിട്ടില്ല. നാളെ ഒരു സിനിമ കാണാൻ, പാൻ ഇന്ത്യൻ സ്റ്റോറി കാണാൻ വേണ്ടിയിരിക്കുക. അപ്പോൾ ഡയറക്റ്റായിട്ട് ബുക്ക് ചെയ്തിട്ട് നേരത്തെ പോകാനാണ് പ്ലാൻ. ഹായ്, എത്ര വർഷമായി ഇത് ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറയാൻ പാസ് ഇന്നലെയാണ് ആക്ച്വലി കിട്ടിയത്. അപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ നടന്നില്ല. നമ്മൾ ഇതുവരെ ഒരു മൂവി കണ്ടില്ല ഇതുവരെ, ഇനി വേണം കാണാനായിട്ട്. ഓക്കെ, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ IFFK-നെ പറ്റി? പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഫസ്റ്റ് ടൈമാണ്. അതുപോലെയാണോ? പറഞ്ഞു കേട്ട പോലെ തന്നെയാണോ? ഇല്ല, ഒരുപാട് പേരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി, പുതിയ സൗഹൃദങ്ങൾ ഒരുപാട് കിട്ടി, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നമുക്ക് ഇതുവരെ ഒരു ഫിലിം ഇതുവരെ കാണാനായിട്ട് പറ്റിയിട്ടില്ല. കുറേ പേര് പറയുന്നുണ്ട് ടിക്കറ്റ് നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. കുറച്ച് കംപ്ലൈൻറ്റ്സ് ഇത്തവണ വരുന്നുണ്ട്. എന്താണ് അതിനുള്ള റെസ്പോൺസ്? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്താണെന്ന്. മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ കിട്ടുന്നില്ല. IFFK-നെ പറ്റി എന്താ അഭിപ്രായം? IFFK-നെ പറ്റിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ IFFK നമ്മുടെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉത്സവമാണ്. ഫിലിം അത് ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്ത്, അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകളാണ്. അപ്പോൾ നമുക്കിത് ആവശ്യിക്കണമല്ലോ, അത് അടിച്ച് പൊളിക്കാനാണ്. പൊളിച്ചുകൊണ്ടിരിക്കുക ആ അടിക്ക്. 177 സിനിമയിൽ ഇപ്പോൾ എത്ര 20 എണ്ണം കണ്ടു. ഇനി ബാക്കിയും കൂടി കഴിയുന്നത്ര ഫിലിം കാണണം. ഇവിടെ പക്ഷെ ഇപ്പോൾ കുറേ കംപ്ലൈൻറ്റ്സ് കേൾക്കുന്നുണ്ട്, കുറേ പേർക്ക് മൂവി കാണാൻ പറ്റുന്നില്ല, ഒരുപാട് ക്യൂ ആണ്, കംപ്ലൈൻറ്റ്സ് കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഇത്രയും കാലം പൊതുജനത്തിന് വേണ്ടി കയറാൻ വേണ്ടിയിട്ടുള്ള അവസരം ഇല്ലായിരുന്നു. ഇത്തവണ സർക്കാർ ഇടപെട്ടിട്ട് ഡെലിക്കേറ്റ് പാസ് ആർക്ക് വേണമെങ്കിലും എടുക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തായിരുന്നു. പണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു 10 കൊല്ലത്തിന് മുമ്പൊക്കെ ഫിലിം IFFK നടക്കുമ്പോൾ വയസ്സായ താടി വെച്ച കുറേ അപ്പൂപ്പന്മാർ, കുറേ സഞ്ചിയും തൂക്കിയിട്ട് ഓരോ തിയേറ്ററിൻ്റെ നല്ല അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങളെപ്പോലെ യങ്സ്റ്റേഴ്സ്, എന്ത് പറയാനാണ്, കോളേജ് സ്റ്റുഡൻറ്റ്, ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഫിലിമിനോട് അത്രയും ഒരു ക്രൈസി ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. പിന്നെ ഡെലിക്കേറ്റ് പാസ്, അത് രണ്ടും കൂടി ആയപ്പോൾ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അത് കാരണം ചില സിനിമകൾ കാണാൻ പറ്റാതാവുന്നുണ്ട്. കഴിഞ്ഞ വർഷം IFFK-ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏത് വർഷത്തെ IFFK-ആണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ? കഴിഞ്ഞ വർഷത്തെ IFFK ആയിരുന്നു. ഭയങ്കര ഇമോഷനായിരുന്നു. പ്രദീപ് സാറിൻ്റെ ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര മെമ്മറബിളാണത്. പിന്നെ ഓരോ വർഷവും IFFK വരാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. കാരണം IFFK എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൂവി കണ്ട് ഇറങ്ങുന്നതിന് പകരം കുറേ സൗഹൃദങ്ങളും കുറേ ആൾക്കാരെ കാണാൻ, കുറേ നോളജ്, ബുക്സ് ആണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് ഒരു കണക്ഷൻ കിട്ടും. സിനിമയായിട്ടും നല്ലൊരു കണക്ഷൻ കിട്ടും, ബാക്കി ആർട്ട് ഫോംസുമായിട്ട് നല്ല കണക്ഷൻ കിട്ടും. ഇപ്പോൾ ഇവിടെ തന്നെ കാരിക്കേച്ചർ, ബുക്ക് ഫെസ്റ്റ്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ആർട്ട്, അങ്ങനെ ഒരു ആർട്ടിൻ്റെ എല്ലാ തലങ്ങളിലേക്കും കൊണ്ടൊതുക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്കൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഓരോ വർഷം IFFK വരുന്നത്. അതേപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടാണ് ഈ വർഷം വന്നത്. കുറേ കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട്, ക്രൗഡ് അങ്ങനെയല്ല മുന്നത്തെ അപേക്ഷിച്ച്. അതുപോലെ മൂവിയുടെ ടിക്കറ്റ്സിന് ഭയങ്കര പ്രശ്നമാണ്, ഓരോരുത്തരും ക്യൂ നിന്നിട്ട് പോലും കിട്ടുന്നില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട്. അതിനെ പറ്റിയൊക്കെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ക്രൗഡ് കുറവാണെന്ന് തോന്നി. അത് നമ്മൾ സംസാരിച്ചിട്ടായിരുന്നു വരുന്നത്. സാധാരണ ഒരു പ്രാവശ്യം കണ്ട മുഖം പിന്നെ IFFK-ക്ക് ഈ ഒരു സ്ഥലത്ത് പിന്നെ കാണാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്രൗഡ് വളരെയധികം കുറവാണ്. കഴിഞ്ഞ വർഷമൊക്കെ റെക്കോർഡ് ക്രൗഡോ അങ്ങനെ എന്തോ ആയിരുന്നല്ലോ. ക്രൗഡ് കുറവായിട്ട് എങ്ങനെയുണ്ട് IFFK? നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നായിരുന്നു, പക്ഷെ പാസ്സൊന്നും എടുത്തില്ല. ലാസ്റ്റ് ഒരു ദിവസം വന്നിട്ട് പോയി. എങ്ങനെയുണ്ട്? അപ്പോൾ അതും ഇതും വെച്ച് കമ്പയർ ചെയ്യും. അന്ന് ജസ്റ്റ് വന്നൊന്ന് ഈ ലൈറ്റൊക്കെ കണ്ട് ഈ സെറ്റപ്പ് കണ്ടിട്ട് പോയി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഫിലിംസൊക്കെ കാണാൻ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ കേരള മീഡിയ അക്കാഡമി സ്റ്റുഡൻസ് ആണ്. സോ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്കുണ്ട്. ഇപ്പോൾ ഇവിടെ റേഡിയോ വർക്കുണ്ട്, അത് കഴിഞ്ഞതേ ഉള്ളൂ. മൂവീസൊക്കെ കണ്ടായിരുന്നു? ഇന്നലെ നീക്യാപ്പ് കണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ ഒരു മൂവി കാണാനേ പറ്റുള്ളൂ. നിശാഗന്ധിയിൽ വെച്ചിട്ട് നീക്യാപ്പ് കണ്ടു. പിന്നെ ഡിവോഴ്സ് ഉണ്ടല്ലേ? ഞാൻ ഡിവോഴ്സ് കണ്ടായിരുന്നു. ഞാൻ ഡിവോഴ്സാണ് കണ്ടത് ഇവിടെ ടാഗോറിൽ തന്നെ. ഞങ്ങൾ നീക്യാപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് വളരെ മികച്ച എക്സ്പീരിയൻസാണ്. എനിക്കൊന്ന് മുൻകാലങ്ങളെക്കാളുമൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മളുടെ ചലച്ചിത്രമേള ഒന്നുകൂടെ മനോഹരമായി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ 12-ാം തീയതി വന്നു, 13-ാം തീയതി തൊട്ട് നമ്മൾ രാവിലെ വരുന്നു, സിനിമകൾ കാണുന്നു. സിനിമ കണ്ടതിന് ശേഷം നമ്മൾ സംവിധായകരോട് ഒന്ന് ചർച്ച നടത്തുന്നു, നമ്മൾ ആ ചർച്ചയുടെ ഭാഗമാകുന്നു.
ആ സിനിമയും പിന്നെ ഇവർ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മളുടെ സംശയങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചോദിക്കാനും കേൾക്കാനുമുള്ള അവസരങ്ങളുണ്ട്. ഹായ്. ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. അല്ല, ഫസ്റ്റ് ടൈം അല്ല. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി? ഈ വട്ടം കുഴപ്പമില്ല. മൂവീസ് എല്ലാം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം നിന്നൊക്കെ കുറച്ചും കൂടെ നല്ല മൂവീസ് ഉണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, നല്ല നല്ല സിനിമകളുണ്ടായിരുന്നു. എബൌട്ട് ഇതുവരെയായിട്ട് 3-4 സിനിമകളെ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയിപ്പം 2-3 ദിവസം ഉള്ളതുകൊണ്ട് പറ്റുന്നത്ര സിനിമകൾ കാണണം. കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാ? അല്ല, ഇന്നിപ്പോൾ 2 എണ്ണം കണ്ടു. ഫെമിനിച്ചി ഫാത്തിമ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കഴിഞ്ഞ ഓൾ ഷാൽ ബി വെൽ എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ അണ്ടർഗ്രൗണ്ട് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അണ്ടർഗ്രൗണ്ട് ഓറഞ്ചും ഫെമിനിച്ചി ഫാത്തിമയാണ് എനിക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടത്. ഹലോ, പേരെന്നാ? അനുഗ്രഹ. ഓക്കെ, എങ്ങനെയുണ്ടായി IFFK എക്സ്പീരിയൻസ്? ഇത് ആക്ച്വലി എൻ്റെ 6th ഫെസ്റ്റിവലാണ്. ഞാൻ കോളേജിലായിരുന്ന സമയത്ത് ഒരു 2 ഫെസ്റ്റിവലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 4 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുവാണ്. ഞാൻ ഡെയിലി ബുള്ളറ്റിൻ്റെ ഡെപ്യൂട്ടി എഡിറ്ററാണ്. സോ ഫെസ്റ്റിവൽ ഹാസ് ഓൾവേസ് ബീൻ ഇവോൾവിങ് ടു മീ. ഓരോ തവണയും കാണുന്ന ക്രൗഡല്ല അടുത്ത തവണ ആകുമ്പോൾ കാണുന്നത്. ആ ഒരു ജനറേഷണൽ ഷിഫ്റ്റ് ഉണ്ട്, ക്രൗഡിലൊരു ഷിഫ്റ്റ് ഉണ്ട്. സോ ഓരോ വർഷവും ഓരോ രീതിക്കാണ് ആ എക്സ്പീരിയൻസ് പോകുന്നത്. ഹായ്, ഹലോ. പേരെന്നാ? എൻ്റെ പേര് വിജയ. ട്രിവാൻഡ്രം തന്നെയാണോ? എൻ്റെ വീട് പാരിപ്പള്ളിയാണ്, കൊല്ലം ജില്ല. ഇതിനായിട്ട് വന്നതാണോ? അല്ലല്ല, ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുക. കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെ ഫെസ്റ്റിവലിലുണ്ടായിരുന്നു, രജിസ്റ്റർ ചെയ്തു. ഒരുപാട് സിനിമകൾ കണ്ടു, ആസ്വദിച്ചു. ഇപ്രാവശ്യം ഇവിടെ ഇപ്പോൾ ഒരു ഫിലിം കണ്ടിട്ട് വന്ന വഴിയാണ്. ആഘോഷിക്കുക ഫിലിം ഫെസ്റ്റിവൽ. ഈ വർഷമാണോ ബെറ്ററായിട്ട് തോന്നിയത്? കഴിഞ്ഞ വർഷമാണ് ബെറ്ററായിട്ട് തോന്നുന്നു. പക്ഷേ ഇപ്രാവശ്യം അത്രയ്ക്കും ജനക്കൂട്ടങ്ങളില്ലെന്ന് തോന്നുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വിദേശികളായാലും അങ്ങനെ നാട്ടിലുള്ളവരായാലും ദൂരെ നിന്ന് വരുന്നവരൊക്കെ ആയാലും നല്ല രീതിക്ക് ആട്ടും പാട്ടുമായിട്ട് 7 ദിവസം കടന്നു പോയിട്ടുണ്ട്. ഹായ്. പേരെന്താ? ഗോപിക. കഴിഞ്ഞ വർഷമാണോ ഈ വർഷമാണോ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത്? കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷമായിരിക്കും. മൂവീസ് ഒക്കെ കണ്ടോ? ഇന്ന് ഒരെണ്ണം കണ്ടായിരുന്നു. മൂന്നൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ഉണ്ട്, അപ്പം എപ്പോഴും പോകാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്രൗഡ്? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ച് കുറവാണ് കഴിഞ്ഞ വർഷം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒട്ടും നിൽക്കാൻ സ്ഥലം പോലും ഇല്ലായിരുന്നു. ഇറങ്ങണതിന് മുന്നേ തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു. ഇപ്പം കുറച്ച് കുറവാണ്.